താങ്കളിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് കേട്ടത് ഏറ്റവും എളുപ്പമുള്ള കാര്യം പണം ഉണ്ടാക്കാനാണ്. ഇത് 5 വർഷം കൂടെ ജോലി ചെയ്താൽ, തുടർച്ചയായി ജോലി ചെയ്താൽ അവർക്കൊരു ഫ്ലാറ്റ് ഫ്രീ ആയിട്ട് കിട്ടും. 5 വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ഫ്ലാറ്റ് കിട്ടി അവർ പോയാലോ. ബാങ്കിന്റെ തലപ്പത്തുള്ള ആൾക്കാർ താങ്കളുടെ കീഴിൽ ഡയറക്ടേഴ്സ് ആയിട്ടൊരു സബ്സിഡറി കമ്പനി ഉണ്ടെന്ന് കേൾക്കുന്നു. ഒരു വീട് മൊത്തം ചെയ്യണമെങ്കിൽ എത്ര സമയം എടുക്കും? ഒരാഴ്ച കൊണ്ട് നമുക്കൊരു 3000 സ്ക്വയർ ഫീറ്റ് വീട് അസംബിൾ ചെയ്യണം. എന്തായാലും ഈ മ്യൂസിക് ബാൻഡ് നടത്തിയ ഒരു പ്രൊഫഷണലായിട്ട് ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന മ്യൂസീഷ്യൻസ് ആണ്. പ്രത്യേകം നന്ദി. താങ്ക് യു ഓൾ. വിനോദ് തരകൻ പലതരത്തിലും വ്യത്യസ്തനാണ്. ഒരുപക്ഷെ അമേരിക്കയിലെത്തി അമേരിക്കയുടെ ബാങ്കിങ് സംവിധാനത്തിൽ വലിയ വിപ്ലവം ഉണ്ടാക്കിയ ആളാണ്. JP മോർഗൻ ചേസ്, വെൽസ് ഫാർഗോ, സിറ്റി ബാങ്ക് അടക്കമുള്ള പ്രമുഖ 80 ബാങ്കുകളുടെ IT സൊല്യൂഷൻ കൊടുക്കുന്ന ക്ലേസിസിൻ്റെ തലപ്പത്താണ് മലയാളിയായ വിനോദ് തരകൻ. മലയാളിക്കൊക്കെ അഭിമാനിക്കാവുന്ന നേട്ടം. പക്ഷെ ഒരുപക്ഷെ അദ്ദേഹം വേറൊരു തരത്തിൽ കൂടി വ്യത്യസ്തനാവുന്നു. കാരണം ഇവിടെ നിന്ന് ലക്ഷക്കണക്കിന് കുട്ടികൾ പഠിക്കാനും മൈഗ്രേറ്റ് ചെയ്യാനും കുടിയേറ്റത്തിനും വേണ്ടി മറ്റു രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അമേരിക്കയിൽ വലിയ വിജയകരമായിട്ടുള്ള ഒരു സ്ഥാപനം, ഒരു സാമ്രാജ്യം സ്ഥാപിച്ച ശേഷം അദ്ദേഹം കേരളത്തിലേക്ക് മടങ്ങി വന്നിരിക്കുകയാണ്. കൊച്ചിയിൽ ഇൻഫോ പാർക്കിൽ അദ്ദേഹം തൻ്റെ ആസ്ഥാനം സ്ഥാപിച്ചിരിക്കുന്നു. ഓരോ മലയാളിക്കും അഭിമാനിക്കാവുന്ന ഒരു നേട്ടം. അദ്ദേഹം അമേരിക്കയിൽ വളരെ സുഖസൗകര്യത്തിൽ കഴിയേണ്ട ഒരാൾ കേരളത്തിലേക്ക് വന്നിരിക്കുന്നു. അതേക്കുറിച്ചൊക്കെ അദ്ദേഹം സംസാരിക്കുമായിരിക്കും. അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ രംഗത്ത്, നിർമ്മാണ രംഗത്ത് വളരെ വ്യത്യസ്തമായ ടെക്നോളജി, തെർമോകോൾ ഉപയോഗിച്ചുള്ള ഇൻസുലേഷൻ സിസ്റ്റം കൊണ്ട് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ കൊണ്ടുവന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഹെൽത്ത് കെയർ മേഖലയിൽ ബിറ്റ്ക്യുവർ എന്ന വലിയൊരു സ്ഥാപനം സ്ഥാപിച്ചിരിക്കുന്നു. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് റിസോർട്ടുകൾ, അത് ജീവനക്കാർക്ക് വേണ്ടി റിസോർട്ടുകളിൽ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം. ഒപ്പം തന്നെ ഈ കൺസ്ട്രക്ഷൻ രംഗത്ത് വന്നിരിക്കുന്നത് തന്നെ അവരുടെ ജീവനക്കാർക്ക് വേണ്ടി 5 വർഷം വർക്ക് ചെയ്താൽ ഒരു ഫ്ലാറ്റ് ഫ്രീ, സൗജന്യം. ഒരുപക്ഷെ ഒരു IT കമ്പനിയും ഇങ്ങനെ ഒരു ഓഫർ നൽകുന്നില്ല. അപ്പോൾ ജീവനക്കാരുടെ വെൽഫെയറും ക്ഷേമവും ലക്ഷ്യം വെച്ചുകൊണ്ട് എങ്ങനെ ഒരു സ്ഥാപനം റൺ ചെയ്യാം എന്ന് വിനോദ് തരകൻ എന്ന മലയാളികൾക്ക് മാത്രമല്ല ലോകത്തിന് മുഴുവൻ കാഴ്ചവെച്ചിരിക്കുന്നു. സോ വെൽക്കം ആൻഡ് കൺഗ്രാജുലേഷൻ മിസ്റ്റർ വിനോദ് തരകൻ. താങ്ക് യു സോ മച്ച് ജെയിംസ്. താങ്ക്സ് ഫോർ ഹാവിംഗ് മീ. ഇപ്പോൾ ഈ പാട്ടും ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നിയത്, ഈ ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിലൊക്കെ എപ്പോഴും ഭയങ്കര അച്ചടക്കം, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പാടില്ല, യു ഹാവ് ടു ബി ഇൻ ദ കമ്പ്യൂട്ടർ. ആ ഒരു സ്ഥലത്ത് റിയലി നമുക്കൊരു വലിയ കൗതുകം തോന്നുന്നു. നിങ്ങൾക്ക് ബോറടിച്ചാൽ വന്ന് പാട്ട് പാടാം, അല്ലെങ്കിൽ അവരുടെ കൂടെ ഡാൻസ് ചെയ്യാം, ഇത് കഴിഞ്ഞ് യു ക്യാൻ ഗോ ടു വർക്ക്. ഇതൊരു പുതിയൊരു കൺസെപ്റ്റാണ്. കാരണം സ്ഥാപനത്തിൽ ആരും അങ്ങനെ ഒരു എൻ്റർടൈൻമെൻറ്റ് അനുവദിക്കാറില്ല. ദേ ആർ ഓൾവേസ് സ്ട്രിക്റ്റ്. അപ്പോൾ ആ ഒരു ഇതിൽ നിന്ന് എന്തുകൊണ്ടാണ്, വൈ യു തിങ്ക് ഡിഫറെൻറ്റ്? that's right. ഇപ്പോൾ നമ്മുടെ ചിന്ത എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് കമ്പനിയാണ്. അപ്പോൾ ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ കമ്മിങ് ടുഗെദർ ടു ഗെറ്റ് സംതിങ് ഡൺ. സോ ഈ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് അവർ ഒരു നമ്മുടെ മനസ്സിന് ഒരു ക്ലാരിറ്റി ഉണ്ട്, നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, ആൻഡ് ഇഫ് ദേ ക്യാൻ റിലാക്സ് ആൻഡ് ഫോക്കസ് ഓൺ വാട്ട് ഈസ് ഇൻ ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ കമ്പനി. അങ്ങനെയാണ് നമ്മൾ കാണുന്നത് ഒരു സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് കമ്പനീന് ആൾക്കാരെ റീറ്റെയിൻ ചെയ്യണം, ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യണം. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ നോക്കിയപ്പോൾ നമ്മുടെ എംപ്ലോയി വെൽഫെയർ ഗ്രൂപ്പിൻ്റെ ആവശ്യത്തിന് വി സെറ്റ് അപ്പ് ബാൻഡ്, ബിക്കോസ് ദേ പ്ലേ ഫോർ ദ കോർപ്പറേറ്റ് ഇവൻറ്റ്സ്.
സ്റ്റാഫിൻ്റെ കല്യാണത്തിനും ഫംഗ്ഷൻസിനും കോർപ്പറേറ്റ് ഫംഗ്ഷൻസിനും എല്ലാം നമ്മുടെ ബാൻഡ് പ്ലേ ചെയ്യുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഹസ് റിയലി ബീൻ എ മോട്ടിവേറ്റിംഗ് ഫാക്ടർ ഫോർ ദ സ്റ്റാഫ്. അല്ല, സാധാരണ ഇങ്ങനെയുള്ളപ്പോൾ പ്രൊഫഷണൽ ബാൻഡ്സിനെ വേണമെങ്കിൽ വിളിച്ച് അവർ ചെയ്തു പോകുന്നതിന് യു പേ. എന്തിന് പെർമനന്റ് സ്റ്റാഫായിട്ട് മ്യൂസീഷ്യൻസിനെ തന്നെ നിലനിർത്തുന്നു? റൈറ്റ്, സോ ദാറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഇപ്പം നമ്മുടെ ആവശ്യം നമുക്ക് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻസ് ഉണ്ട്. സോ കുറേ ഇവൻറ്റ്സ് നമ്മൾ നടത്തുന്നുണ്ട്. സോ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇപ്പോഴും വർക്ക് ഫ്രം ഹോം മോഡലാണ് നമ്മുടെ ജോലി. അപ്പോൾ നമ്മളെല്ലാവരും ഈ ഓഫീസിൽ വരുന്നത് എന്തെങ്കിലും ഒരു ഗ്രൂപ്പ് മീറ്റിങ്ങിലോ ഒരു സോഷ്യൽ ഫംഗ്ഷനാണ്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഏതായാലും സൗണ്ട് സിസ്റ്റം വേണം, മ്യൂസിക് വേണം. അപ്പോൾ ലൈവ് ബാൻഡ് ആകുമ്പോൾ നമുക്ക് എല്ലാം ഒരു പാക്കേജായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ ഒക്കും. ആൻഡ് നമ്മുടെ എംപ്ലോയീസും അതിപ്പോൾ യൂസ്ഡായി. അപ്പോൾ ചിലവർ ബാൻഡിൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്തിട്ട് അവരും പെർഫോം ചെയ്യും. സോ overall that has been a very positive employee welfare driven culture that we have created. ഈ കോവിഡ് കാലത്താണ് 2020 ഈ മ്യൂസിക് ബാൻഡ് ഉണ്ടായതെന്നാണ് ഞാൻ അറിഞ്ഞത്. ഈ കോവിഡ് കാലത്ത് സാധാരണ മ്യൂസീഷ്യൻസിന് പാട്ടുകാർക്കൊക്കെ ജോലി നഷ്ടപ്പെടുന്ന കാലമായിരുന്നു. പക്ഷേ താങ്കൾ അവർക്ക് ജോലി കൊടുത്തിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ജീവനക്കാരിൽ തന്നെ പാട്ട് പാടുന്നവരെ എടുത്തിരുന്നാൽ അവരെ കൊണ്ട് ജോലിയും ചെയ്യിപ്പിക്കാം, പാട്ടും പാടിക്കാം. പക്ഷേ താങ്കൾ പാട്ട് പാടുന്നവർ അത് മാത്രം ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ അതിന് യു ഹാവ് ടു പേ മോർ ആസ് എ ബോസ്. അതിനെങ്ങനെയാണ്, ഹൗ യു വിഷ്വലൈസ് ഇറ്റ്? ഇപ്പോൾ ഈ കോവിഡ് വന്നപ്പോഴാണ് നമ്മൾ ആദ്യത്തെ പ്രാവശ്യം വർക്ക് ഫ്രം ഹോം മോഡലിലേക്ക് മാറുന്നത്. നമുക്കിത് 10 വർഷം മുമ്പേ ചെയ്യാമായിരുന്നു. പക്ഷേ കോവിഡ് വന്നപ്പോഴാണ് നമുക്കത് മാൻഡേറ്ററി ആയിട്ട് വന്നത്. പക്ഷേ നമ്മൾ ആ വർക്ക് ഫ്രം ഹോം മോഡലിലേക്ക് മാറിയപ്പോൾ നമ്മൾ നോട്ട് ചെയ്തത് എന്താ വെച്ചാൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി മിനിമം 20% കൂടുന്നുണ്ട്. 20% കൂടിയോ? ഈസിലി. അതിൽ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. ബട്ട് 20% മിനിമം കൂടിയിട്ടുണ്ട്. സോ വി ഹാവ് എംബ്രേസ് ദ വർക്ക് ഫ്രം ഹോം മോഡൽ. ഇപ്പം ഞാനും ആലോചിക്കാറുണ്ട് എന്തിനാണ് ഈ വലിയ കമ്പനികളൊക്കെ ഈ വർക്ക് ഫ്രം ഓഫീസിലേക്ക് വീണ്ടും ആൾക്കാരെ വിളിക്കുന്നത്. കാരണം നമുക്കതിന് തിരിച്ച് ഓഫീസിലേക്ക് വിളിക്കാനായിട്ട് ഒരു കാരണം പോലും നമുക്ക് കണ്ടുപിടിക്കാൻ ഒക്കുന്നില്ല. ബിക്കോസ് ദ വർക്ക് ഫ്രം ഹോം മോഡൽ അവർ ജോലി ചെയ്യില്ല എന്ന് വിചാരിച്ചിട്ടാണ്. ഇല്ല, നമ്മളിപ്പോൾ എംപ്ലോയീസിൻ്റെ ഔട്ട്പുട്ടാണല്ലോ നമ്മൾ നോക്കുന്നത്. ഇപ്പം നമ്മുടെ സോഫ്റ്റ്വെയർ ഫീൽഡിൽ ഒരാൾ ചെയ്യുന്ന ഔട്ട്പുട്ട് ചിലപ്പോൾ വേറെ ഒരാൾ 8 മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന പണി വേറെ ഒരാൾ 2 മണിക്കൂർ കൊണ്ട് ചെയ്യും. അപ്പോൾ നമ്മൾ മെഷർ ചെയ്യുന്നത് ഓരോ എംപ്ലോയിയുടെ ഔട്ട്പുട്ടാണ്. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് മെഷർ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് അവർക്ക് വീട്ടിലുള്ള സൗകര്യങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആൻഡ് പ്രൊഡക്ടിവിറ്റി ഈസ് വേ ബെറ്റർ. ദി എംപ്ലോയി വർക്ക് ലൈഫ് ബാലൻസ് ഈസ് വേ ബെറ്റർ. സോ അതൊക്കെ വന്നപ്പോഴാണ് നമ്മുടെ ഫുൾ മോഡൽ മാറിയത്. ഹാവിങ് ദ ബാൻഡ് in the office to support social functions and fellowship. വിനോദ് തരകൻ, താങ്കൾ ഈ അമേരിക്കയിൽ വലിയ വിജയിച്ച ഒരു IT സ്പെഷ്യലിസ്റ്റാണ്, IT ഹെഡാണ് എന്ന് മാത്രമല്ല ഇത്രയും വലിയൊരു സാമ്രാജ്യം സിൻസിനാറ്റിയിൽ ഉണ്ടാക്കി 80 വലിയ ബാങ്കുകൾക്ക് സൊല്യൂഷൻ കൊടുക്കുന്നു. ആൻഡ് 100 crores ഒരു വലിയൊരു സ്ഥാപനമൊക്കെ ഉണ്ടാക്കിയിട്ട് താങ്കൾക്ക് സുഖമായിട്ട് അവിടെ ജീവിക്കാമായിരുന്നു അമേരിക്കയിൽ. വൈ യു കെയിം ബാക്ക്? കേരളത്തിലേക്ക് നിന്ന് ആൾക്കാർ മുഴുവൻ, പ്രത്യേകിച്ച് സ്റ്റുഡൻസൊക്കെ പഠിക്കാൻ പോയി അവിടെ മൈഗ്രേറ്റ് ചെയ്യുന്നു, കുടിയേറുന്നു, ഇതായിട്ട് ജീവിക്കുന്നു എന്നുള്ള തരത്തിലേക്ക് കേരളത്തിൽ വലിയ ചർച്ചയാണത്. ആ സമയത്ത് വളരെ സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു ബിസിനസ് മാൻ അല്ലെങ്കിൽ ഒരു IT സ്ഥാപനത്തിൻ്റെ തലവൻ കേരളത്തിലേക്ക് തിരിച്ചു വരുന്നു, കൊച്ചിയിലെ ഇൻഫോ പാർക്കിൽ തലസ്ഥാനം വയ്ക്കുന്നു. ഇത് കേരളത്തിനോടുള്ള പ്രത്യേക താല്പര്യം കൊണ്ടാണോ? വൈ യു ആർ ഹിയർ? Yeah, it's a very good question. ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വരാൻ കാരണം നമ്മൾ ഫിലോസഫിക്കലി ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇൻ ദ US they used to call it the American dream. അവിടെ US പോയി നമ്മുടെ ഒരു ഫ്യൂച്ചർ കരിയർ എല്ലാം ഉണ്ടാക്കുക. എൻ്റെ നോട്ടത്തിൽ ദാറ്റ് ഹാസ് ചേഞ്ച്ഡ്. ഐ തിങ്ക് ഇറ്റ്സ് നൗ ദി ഓപ്പർച്യൂണിറ്റി ഫോർ ഇന്ത്യ, റൈറ്റ്? ആൻഡ് ഞാൻ തിരിച്ചു വരാൻ കാരണം ഞാൻ നോട്ട് ചെയ്തിരിക്കുന്നത് എന്താ വെച്ചാൽ ലോകത്ത് എവിടെ പോയാലും ഇറ്റ് ഈസ് ദ ബെസ്റ്റ് വെൻ യുവർ ഓൺ വെക്കേഷൻ. നമ്മളൊരു വെക്കേഷന് പോകുന്നതും അവിടെ ജോലി ചെയ്യുന്നതിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ആൻഡ് എൻ്റെ നോട്ടത്തിൽ തിരിച്ച് നാട്ടിൽ വന്ന് നമ്മുടെ സോഷ്യൽ സ്ട്രക്ചറിൽ ജീവിക്കുന്നത് ഹാസ് എ ലോട്ട് ഓഫ് പോസിറ്റീവ്സ്. ആൻഡ് ഒത്തിരി പേര് എന്നോട് ഈ ചോദ്യം ചോദിക്കാറുണ്ട്. ആൻഡ് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദി ഓൺലി തിങ് ഹോൾഡിംഗ് ദം ബാക്ക് ഇസ് ദ ക്വസ്റ്റ്യൻ മാർക്ക് അബൌട്ട് ലൈഫ് സ്റ്റൈൽ. അല്ലെങ്കിൽ social side and family life is much better here. So that was one of the primary reasons. പിന്നെ ഇവിടെ കിട്ടുന്ന ടാലൻറ്റ് നമുക്ക് ഇവിടെ എങ്ങും കിട്ടത്തില്ല, പക്ഷേ എന്തുകൊണ്ടാണ് പിന്നെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇപ്പോൾ കാനഡ, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ, അയർലൻഡ്, ബ്രിട്ടൻ, US ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്? It's a brain drain. Yeah, എൻ്റെ നോട്ടത്തിൽ that is going to change now.
because യു ആർ വെരി ഒപ്റ്റിമിസ്റ്റിക്. for sure. Because ഇപ്പം എൻ്റെ സീനിയർ ടീമിൽ എല്ലാവർക്കും ലോകത്ത് എവിടെ വേണമെങ്കിലും പോവാം. ഇപ്പം ഞാൻ മാത്രമല്ല, എൻ്റെ ടീമിൽ ഒരു ടോപ്പ് 50 ആൾക്കാരെ നോക്കുവാണെങ്കിൽ അവർക്ക് എവിടെ വേണമെങ്കിലും ജോലി കിട്ടും, ഈ ലോകത്ത് എവിടെ വേണമെങ്കിലും പോവാം. ആർക്കും പോകാൻ താല്പര്യമില്ല. കാരണം നമുക്ക് ഇവിടെ എക്കണോമിക്കലി ശമ്പളം കൂടുന്നുണ്ട്. അപ്പോൾ ഇൻകം ഈസ് ഫാർ ബെറ്റർ ദൻ ഇറ്റ് യൂസ് ടു ബി. ആൻഡ് ഇവർ ലോകത്തെല്ലായിടത്തും ട്രാവൽ ചെയ്തിട്ടുണ്ട്. സോ ദ സൈക്കോളജി ദെയർ ഇസ്, I expect seeing the psychology of my own staff and what I hear with my friends. ഇപ്പോൾ US പോയി എനിക്ക് ഒത്തിരി കൊളീഗ്സും ഫ്രണ്ട്സും ഉണ്ട്. അവരെല്ലാവരും തിരിച്ച് വരാനായിട്ട് ഒത്തിരി ഇൻട്രസ്റ്റ് ഉണ്ട്. സോ ഐ ഫീൽ ദർസ് ഗോയിങ് ടു ബി എ റിവേഴ്സ് ബ്രെയിൻ ഡ്രെയിൻ because the lifestyle options in India and Kerala has gotten better if you look at the last 10, 15, 20 years. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും ഇപ്പോൾ പല വീടുകളിലും മാതാപിതാക്കൾ മാത്രമേ ഉള്ളൂ, പാരൻസ് മാത്രമേ ഉള്ളൂ, കുട്ടികളൊക്കെ പുറത്തു പോയിരിക്കുന്നു. അപ്പോൾ സാധാരണ പറയുന്നത് ഒരു 10-15 വർഷം കഴിഞ്ഞാൽ കേരളം ഒരു വൃദ്ധരുടെ സംസ്ഥാനമായി മാറും, ഇവിടെ ചെറുപ്പക്കാരുണ്ടാവില്ല എന്നുള്ള തരത്തിൽ വലിയൊരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. വൃദ്ധസദനങ്ങൾ പണിയണം എന്നുള്ള തരത്തിൽ. അപ്പോൾ ആൾക്കാരൊക്കെ ഇച്ചിരി ആശങ്കയിലാണ്, പാരൻസൊക്കെ എല്ലാവരും പുറത്തു പോകുന്നു എന്നുള്ളതുകൊണ്ട്. അപ്പോൾ യു ആർ സേയിങ് പീപ്പിൾ വിൽ കം ബാക്ക്. അതങ്ങനെ അത്ര വിശ്വസിക്കാൻ പറ്റുമോ? റൈറ്റ്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കുവാണെങ്കിൽ ഐ അണ്ടർസ്റ്റാൻഡ് എല്ലാവരും എന്തിനാണ് ഇത് പറയുന്നത്. പക്ഷേ വാട്ട് ഈസ് റിയലി ചേഞ്ചിങ് ഇസ്, നമ്മളിപ്പോൾ ഇൻഫോ പാർക്കിൽ തന്നെ നമ്മൾ ഇവിടുത്തെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ശമ്പളം നോക്കുവാണെങ്കിൽ ദ സാലറി പണ്ടൊക്കെ ഒരു 10 വർഷം മുമ്പേ US കിട്ടുന്ന സാലറി വാസ് വെരി ഹൈ ആൻഡ് വാട്ട് യു ഗെറ്റ് ഇൻ ഇന്ത്യ ഇസ് വെരി ലോ. അതിപ്പോൾ മോർ ആൻഡ് മോർ ഈക്വൽ ആവാണ്. അപ്പോൾ പൈസ ഉണ്ടാക്കാൻ മാത്രം വെളി പോകേണ്ട ആവശ്യം വരാതെ, ഐ മീൻ ഇപ്പോൾ അതിനാവശ്യമില്ല, റൈറ്റ്? So you can make a lot of money in India. That is the first part. The second side of it is, ഞാൻ നോക്കുമ്പോൾ ഇവിടെ ഉള്ള ഓപ്പർച്യൂണിറ്റി എങ്ങും കിട്ടത്തില്ല. ഇപ്പോൾ എക്കണോമിക്കലി നോക്കുവാണെങ്കിൽ ഇന്ത്യസ് ആവറേജ് ഏജ് ഇസ് 28, US the average age is like 38, China's average age is 39, Japan is 48. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ വളരെ നല്ലൊരു ഇതല്ലേ? ഇന്ത്യയിൽ 28 വയസ്സ്, ചൈനയിൽ 39, അമേരിക്കയിൽ 38 എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സ് ഉള്ള ഒരു രാജ്യം ഇന്ത്യയാണ്. So tremendous potential, le? Absolutely. I mean, India is a land of opportunity. And economically, nammal cheriya karyangal ipo improve cheyda, like the infrastructure is already good, but if we can continue to improve that, I think we are going to attract people, not only Indians moving to India, we are going to have expats, meaning foreign expats moving to India. Ipo ende US team il namukku US employees undu. Avarku Keralathil varumbo avarku sorgam poleya. Avaru ivide vannu they want to stay here for a month or more, you know. അപ്പോൾ ആ ഒരു സൈക്കോളജി നമ്മൾ കാണുമ്പോൾ നമ്മുടെ പുറത്തു പോകുന്ന പെൺകുട്ടികൾ അവർ പറയുന്നത് ഇവിടെ ഫ്രീഡം ഇല്ല, അവിടെ പോയി കഴിഞ്ഞാൽ യു ഹാവ് ലോട്ട് ഓഫ് ഫ്രീഡം, ആരും ചോദിക്കില്ല വൈ യു ആർ നോട്ട് ബാക്ക് ഹോം, വൈകിട്ട് എന്തുകൊണ്ട് വീട്ടിൽ 6 മണിക്ക് മുമ്പ് 7 മണിക്ക് മുമ്പ് കയറുന്നില്ല, നൈറ്റ് ലൈഫ് ഉണ്ട്, ഇവിടെ നൈറ്റ് ലൈഫ് ഇല്ല, എൻ്റർടൈൻമെൻ്റ് ഇല്ല, യു ഫീൽ ബോർഡ്. ആ തരത്തിൽ ഉള്ളൊരു കംപ്ലയിൻറ്റ് പുതിയ ജനറേഷന് വരുന്നുണ്ട്. ഇപ്പോൾ ബാംഗ്ലൂർ പോയി കിട്ടുന്നൊരു കേരളത്തിലില്ല. ദൈവാണ്ട് ഇപ്പോൾ ഒരു പക്ഷേ ഇവർക്കുമായിരിക്കും പബ്ബുകൾ വേണം, എൻ്റർടൈൻമെൻറ്റ് വേണം, ഡാൻസ് വേണം, മ്യൂസിക് വേണം. നിങ്ങളുടെ അവിടെ മ്യൂസിക് ഉണ്ട്, ആ മ്യൂസിക് പോലും പലപ്പോഴും ഇല്ല. യു കനോട്ട് ഡാൻസ് ഇൻ ഒരു നിരത്തിൽ നിങ്ങൾക്ക് ഡാൻസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ പുറത്ത് ഇതൊക്കെ ഉണ്ട്. യങ്സ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ ഗ്ലോബൽ വില്ലേജ്, ദേ ആർ സീയിങ് വാട്ട് ഈസ് ഹാപ്പനിങ് ഓൾ ഓവർ ദ വേൾഡ്. അപ്പോൾ അവരോട് എങ്ങനെ നിങ്ങൾ ഇത് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞവർ നിൽക്കുമോ? കാരണം ഒരു ഡിമാൻഡ് സപ്ലൈ തിയറി പോലെ എല്ലാം ഉള്ളിടത്തേക്ക് ജനങ്ങൾ വിൽ ബി അട്രാക്റ്റഡ്. ഇപ്പോൾ ജെയിംസ് പറഞ്ഞത് വളരെ ശരിയാണ്. ഇപ്പോൾ ഇഫ് യു കമ്പയർ കൊച്ചി വിത്ത് ബാംഗ്ലൂർ, ഇൻ കേരള നമുക്ക് എല്ലാ സൗകര്യങ്ങളുണ്ട്. വി ഹാവ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സ്റ്റേറ്റ് ഐ ഫീൽ. നമുക്ക് ബീച്ച് ഉണ്ട്, നമുക്ക് ബാക്ക് വാട്ടേഴ്സ് ഉണ്ട്, നമുക്ക് ഹിൽ സ്റ്റേഷൻസ് ഉണ്ട്, ആൻഡ് വി ഹാവ് ദീസ് ബ്യൂട്ടിഫുൾ എസ്റ്റേറ്റ്സ്. ബാംഗ്ലൂരിൽ നോക്കുവാണെങ്കിൽ അതൊന്നുമില്ല. ബട്ട് വാട്ട് ഈസ് പോസിറ്റീവ് ഇൻ ബാംഗ്ലൂർ ഇസ് ദർ ഇസ് എ ലോട്ട് മോർ ഫ്രീഡം ഫോർ ലൈഫ് സ്റ്റൈൽ ഓപ്ഷൻസ്. ഇപ്പോൾ ജെയിംസ് പറഞ്ഞതുപോലെ യു ക്യാൻ ഗോ ഔട്ട് ടു എ പബ്, യു ക്യാൻ ഗോ ഔട്ട് ആൻഡ് എൻ്റർടൈൻ യുവർ സെൽഫ്, യു ക്യാൻ ഗോ ഔട്ട് വിത്ത് ഫ്രണ്ട്സ്. എനിക്ക് തോന്നുന്നു കേരളത്തിലും ആ ഒരു ഫ്രീഡം ഇച്ചിരി കൂടെ നമ്മൾ കൊണ്ടുവരണം. കാരണം ഈ ലൈഫ് സ്റ്റൈൽ ഓപ്ഷൻസ് ആണ് ഈസ് ദ ബിഗസ്റ്റ് ഹോൾഡ് അപ്പ് ടു അട്രാക്ട് പീപ്പിൾ ടു കേരള. ഇറ്റ്സ് എ ഈസി ഫിക്സ്, പക്ഷേ ഇതുവരെ അത് നടന്നിട്ടില്ല. താങ്കൾ അമേരിക്കയിലായിരുന്നു, യു നോ ഹൗ അമേരിക്ക വർക്ക്സ് ഫോർ ദ ലാസ്റ്റ് 30 years എന്നുള്ള അറിയാം. പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോൾ താങ്കളുടെ ഫാമിലി ഉണ്ട്, വൈഫും മക്കളുണ്ട്, അവർക്ക് എങ്ങനെ ഫീൽ ചെയ്യും? കാരണം അവർക്ക് അവിടെ കുറച്ചും കൂടി ഓപ്പർച്യൂണിറ്റിയും എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനും കുറച്ചും കൂടി ഫ്രീഡം ഒക്കെ ഉണ്ട്. ഇവിടെ വരുമ്പോൾ ഇറ്റ് ഈസ് ഡിഫറെൻറ്റ്. അപ്പോൾ താങ്കൾ ഒരു പക്ഷേ കോപ്പപ്പ് ചെയ്യായിരിക്കും. വാട്ട് അബൌട്ട് യുവർ ഫാമിലി? സോ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ എൻ്റെ ഫാമിലി, ഇപ്പോൾ എനിക്ക് ഒത്തിരി ബിസിനസ്സിൻ്റെ ആവശ്യങ്ങളുണ്ടെന്ന് അവർ എൻ്റെ കൂടെ ട്രാവൽ ചെയ്തിട്ടുണ്ട്. സോ ദേ ആർ ട്രാവലിംഗ് വിത്ത് മീ ടു മോസ്റ്റ് ഓഫ് ദ കൺട്രീസ്. അവർ മിക്ക രാജ്യത്തിൽ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്.
സോ ഐ തിങ്ക് വാട്ട് ഹസ് ഹാപ്പൻഡ് ഇസ് അവർ വെളിയിലുള്ള ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടിക്കറിയുമ്പോൾ then they seem to prefer Kerala. Because what we take for granted in Kerala is നമ്മുടെ ഇവിടുത്തെ സൗകര്യങ്ങൾ. നമുക്ക് ഇവിടെ വീട്ടിലെ സഹായത്തിന് ആവശ്യങ്ങൾ, ഫാമിലി സപ്പോർട്ടിന് ഫാമിലിയും ഫ്രണ്ട്സ് ഉണ്ട്, അതൊക്കെ വി ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ്. പക്ഷേ വെളിയിലാവുമ്പോൾ നമ്മൾ വിചാരിക്കാത്ത സംഭവം എന്താ വെച്ചാൽ വീക്കെൻഡിൽ മൊത്തം വീട്ടിലെ പണിയാണ്. സോ അങ്ങനത്തെ കുറേ ഇൻടാഞ്ചിബിൾസ് ഉണ്ട്. കേരളത്തിൽ വി ഡോണ്ട് നീഡ് ടു വറി അബൌട്ട് ദാറ്റ്. നമുക്ക് ഡ്രൈവ് ചെയ്യണമെങ്കിൽ ഒരു ഡ്രൈവറെ കിട്ടും, അവിടെ ഡ്രൈവറെ കിട്ടത്തില്ല. ഇവിടെ ഡ്രൈവറുണ്ട്, വീട്ടിൽ സഹായിക്കാൻ ആൾക്കാരുണ്ട്, കുക്കിംഗ് എന്ന് ചെയ്യാൻ ആൾക്കാരുണ്ട്. എന്ത് ആവശ്യമാണെങ്കിലും നമുക്ക് ആ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്, ഫാമിലീസും ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ നമ്മളതൊക്കെ വി ഡോണ്ട് വാല്യൂ ദാറ്റ് ആസ് മച്ച് വെൻ വി ആർ ഹിയർ. പക്ഷേ നമ്മൾ വെളിയിൽ പോകുമ്പോൾ ദാറ്റ്സ് വാട്ട് യു മിസ് ദ മോസ്റ്റ്. ഇവിടെ ഒരു കല്യാണം, ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ അവിടെ ഉണ്ട്. വെളിയിലാണെങ്കിൽ യു ആർ മിസ്സിങ് ഇറ്റ്, ആൻഡ് സോ ഐ തിങ്ക് ഇറ്റ്സ് ചേഞ്ചിങ്. ദ ഹോൾ മൈൻഡ് സെറ്റ് ഇസ് ചേഞ്ചിങ്. ഇപ്പം എൻ്റെ ഒത്തിരി ഫ്രണ്ട്സ് തിരിച്ചു വരാൻ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ താങ്കൾ IT സൊല്യൂഷൻസിലാണ് പ്രധാനമായിട്ട് തീരുന്നത്. അപ്പോൾ അമേരിക്കൻ ബാങ്കുകൾക്ക് താങ്കൾ സൊല്യൂഷൻസ് കൊടുക്കുന്നു. അവിടെ സിലിക്കൺ വാലി ഉണ്ട്, ഒരുപാട് IT-യുടെ ഒരു ഹെഡാണ് അമേരിക്ക. അവിടെ ഇവിടെ ഒരു മലയാളി ചെന്ന് IT സൊല്യൂഷൻ തുടങ്ങിയിട്ട് അവിടുത്തെ ഈ JP മോർഗൻ ചേസ്, വെൽഫാർഗോ ഒക്കെ നമ്പർ ഒരു 5 ബാങ്കുകളിൽ വരുന്ന ആൾക്കാരാണ്, സിറ്റി ബാങ്ക്. അപ്പോൾ ഇങ്ങനെയുള്ള ബാങ്കുകളടക്കം 80 ബാങ്കുകളെ എങ്ങനെ, ഹൗ കുഡ് യു അട്രാക്ട് ദം? എങ്ങനെയാണ് അവരെ സ്വാധീനിച്ചത്, അല്ലെങ്കിൽ അവരെ എങ്ങനെയാണ് താങ്കൾ അട്രാക്ട് ചെയ്തത്? റൈറ്റ്, വെരി ഗുഡ് ക്വസ്റ്റ്യൻ. സി, ഇപ്പോൾ ഇന്ത്യയുടെ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി നോക്കുകയാണെങ്കിൽ കൂടുതലും കമ്പനീസ് സോഫ്റ്റ്വെയർ സർവീസസിലാണ് അവരുടെ ബിസിനസ് മോഡൽ. മീനിങ് അവർ നമ്മുടെ ടാലൻറ്റിനെ US കസ്റ്റമേഴ്സായിട്ട് കണക്ട് ചെയ്തിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഒരു ലേബർ ഫോർ ഹയർ സർവീസ് പോലെ ചെയ്യുന്നത്. നമ്മുടെ ഒരു മോഡൽ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് കമ്പനിയാണ്. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് നമ്മൾ നോക്കിയത് ഓരോ നമ്മുടെ ഫോക്കസ്ഡ് ഇൻഡസ്ട്രീസ് ഫൈനാൻഷ്യൽ സർവീസസ്. അപ്പോൾ ആ ഇൻഡസ്ട്രിയുടെ ഗ്യാപ്സ് നമ്മൾ പഠിച്ചിട്ട് ആ ഗ്യാപ്സ് ഫുൾഫിൽ ചെയ്യാനായിട്ടുള്ള പ്രൊഡക്ട്സ് നമ്മൾ ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ റിസ്ക് കൂടുതലാണ്, പക്ഷേ റിവാർഡും എക്സ്പോണൻഷ്യലി ബെറ്ററാണ്. അപ്പോൾ ആ ഒരു ഫോക്കസിലേക്ക് പോയപ്പോഴാണ് ഈ എല്ലാ US-ലുള്ള വലിയ കമ്പനിയാണോ ചെറിയ കമ്പനി, അവർ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ പ്രശ്നത്തിൻ്റെ സൊല്യൂഷൻ എവിടെ നിന്ന് കിട്ടുവാണെങ്കിലും അവർക്ക് പ്രശ്നമല്ല. സോ വെൻ വി ആർ ഏബിൾ ടു പ്രസൻറ്റ് എ സൊല്യൂഷൻ ദാറ്റ് മേക്ക് സെൻസ് ഫോർ ദം, ദാറ്റ് ഇസ് ഹൗ ദേ അഡോപ്റ്റഡ് ഇറ്റ്. ആൻഡ് നമുക്ക് ആദ്യത്തെ കുറച്ച് കസ്റ്റമേഴ്സ് കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു, പക്ഷേ ആ കസ്റ്റമേഴ്സ് കിട്ടിക്കറിയുമ്പോൾ ദെൻ ദ വേർഡ് ഓഫ് മൗത്ത്, അവർ തന്നെ മറ്റവരോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ബിസിനസ് അവിടെ വളരുന്നുണ്ട്. സോ ഐ ഫീൽ there's a difference in a software product company and a services company, and we were successful in being a product company. അപ്പോൾ ആ തരത്തിലാണ് വിജയിച്ചത്. ഇപ്പോൾ ഈ ക്ലേസിസ് എന്നുള്ള പേര്, ക്ലേ എന്ന് പറയുമ്പോൾ കളിമണ്ണാണ്, എന്തുകൊണ്ടാണ് ക്ലേസിസ് എന്നുള്ള പേര്? ഇറ്റ്സ് സൗണ്ട് ഒരു ലിറ്റിൽ സ്ട്രേഞ്ച് ആയിട്ട് തോന്നുന്നു. കാരണം ഒരു IT കമ്പനിക്ക് കളിമണ്ണിൻ്റെ പേരിടുന്നു. യെസ്. സോ ഞാൻ ഈ ബിസിനസ് തുടങ്ങുന്നത് 2005-ലാണ്. അപ്പോൾ 2005-ലാണ് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അതിന് മുമ്പേ ഞാൻ 10 വർഷം ഒരു IT കൺസൾട്ടൻ്റായിട്ട് ജോലി ചെയ്തതാണ്. അപ്പോൾ ഞാൻ IT കൺസൾട്ടൻ്റായിട്ട് ജോലി ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് 70% പ്രൊജക്റ്റ് ഫെയിലിയർ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമായിരുന്നു, കസ്റ്റമേഴ്സിന് കൊടുക്കും, പക്ഷേ അവർ ഇത് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ആണ് ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത്. സോ ക്ലേസിസിൻ്റെ നെയിമിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ചാൽ ക്യാൻ വി ക്രിയേറ്റ് എ സോഫ്റ്റ്വെയർ സിസ്റ്റം ദാറ്റ് ഈസ് ഈസി ടു മോൾഡ് ലൈക്ക് ക്ലേ. സോ ഓരോ കസ്റ്റമറിൻ്റെ യുണീക്ക് ആവശ്യത്തിന് നമുക്കത് മോഡിഫൈ ചെയ്ത് കൊടുക്കാൻ ഒക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു തീമിലാണ് നമ്മുടെ പ്രൊഡക്ട്സ് എല്ലാം. അങ്ങനെയാണ് ക്ലേസിസ് എന്നുള്ള അങ്ങനെയാണ് പേര് പറഞ്ഞത്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കേട്ടു ഈ ക്ലേസിസിൻ്റെ കയ്യിൽ സബ്സിഡറി കമ്പനീസ് ഉണ്ട്. യെസ്. അതിൽ ഒരു സബ്സിഡറി കമ്പനി ഇറ്റ് ഈസ് റിലേറ്റഡ് ടു അമേരിക്കൻ ബാങ്ക്സ്. റൈറ്റ്. ബാങ്കിൻ്റെ തലപ്പത്തുള്ള ആൾക്കാർ താങ്കളുടെ കീഴിൽ ഡയറക്ടേഴ്സ് ആയിട്ടൊരു സബ്സിഡറി കമ്പനി ഉണ്ടെന്ന് കേൾക്കുന്നു. യെസ്. നെക്സ്റ്റ് ജെൻ എന്നോ എന്തോ. See you next year. എന്താണ് അങ്ങനെ ഒരു കമ്പനി ഉണ്ടാക്കാൻ കാരണം എന്താണ്? റൈറ്റ്. അപ്പോൾ നമ്മുടെ ഈ ബാങ്ക്സിൻ്റെ നമ്മൾ ഈ സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ നമ്മളായിട്ടുള്ള ഡിപ്പെൻഡൻസി കൂടാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ ഡിപ്പെൻഡൻസി കൂടാൻ തുടങ്ങിയപ്പോൾ അവർക്കൊരു ഒരു കൺസേൺ ഉണ്ട്. എൻ്റെ കമ്പനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അവരുടെ ഡിപ്പെൻഡൻസി കൂടിയപ്പോൾ അവർക്കൊരു റിസ്ക് ആണ്. അപ്പോൾ ആ റിസ്ക് മാറ്റാനായിട്ടാണ് അവർ പ്രപ്പോസ് ചെയ്തിട്ട് നമ്മളൊരു സബ്സിഡറി കമ്പനി സെറ്റപ്പ് ചെയ്തത്. നമ്മളാണ് മെജോറിറ്റി ഓണർ, പക്ഷെ അവരും ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഈ സബ്സിഡറി കമ്പനി അവരുടെ ആവശ്യങ്ങൾ ഫുൾഫിൽ ചെയ്യാനായിട്ടാണ് നമ്മൾ ലോഞ്ച് ചെയ്തത്. ഇറ്റ്സ് കോൾഡ് See You Next Gen. സോ ഈ ബാങ്കുകളുടെ സൊല്യൂഷൻസ് നമ്മൾ ഉണ്ടാക്കുന്ന ആ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി മൊത്തം ഈ സബ്സിഡറി കമ്പനിയിലാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ലോങ് ടേം ബെനിഫിറ്റ്സ് ആ കമ്പനി കൊണ്ട് കിട്ടും.
പക്ഷേ ഒരു പാരൻ്റൽ കമ്പനി ഉള്ളപ്പോൾ ഇഫ് യു അത് വിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും സബ്സിഡറി കമ്പനികൾ കൂടെ പോവില്ലേ? അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട്, ഒരു സബ്സിഡറി കമ്പനി മാത്രമായിട്ട് നിലനിർത്താൻ പറ്റുമോ? പറ്റും. എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഓപ്പറേറ്റിംഗ് എഗ്രിമെൻറ്റ്സിൽ വി ഹാവ് സം ക്ലോസസ് ദാറ്റ് സേഫ് ഗാർഡ് ദീസ് ബാങ്ക്സ്. ഇപ്പോൾ നമ്മുടെ സബ്സിഡറി കമ്പനി പാരൻറ്റ് കമ്പനി നമ്മൾ എക്വയർ ചെയ്ത് പോവുകയാണെങ്കിൽ ഈ സബ്സിഡറി കമ്പനി ഫ്രീ ആയിട്ട് അവർക്ക് ഫ്യൂച്ചർ സപ്പോർട്ട് കിട്ടാനായിട്ട് നമ്മുടെ ഓപ്പറേറ്റിംഗ് എഗ്രിമെൻറ്റ്സിൽ നമ്മൾ സ്ട്രക്ചർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുറേ സ്റ്റാഫ് ആ സബ്സിഡിയിലേക്ക് മാറും, എന്നിട്ട് സബ്സിഡറി സെപ്പറേറ്റ് ആയിട്ട് അവരുടെ ആവശ്യം. അതിനൊരു നിയമത്തിന്റെ പരിരക്ഷയുണ്ടോ? എക്സാക്ട്ലി ആ രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ IT രംഗത്ത് പ്രവർത്തിച്ച് വലിയ വിജയം നേടിയ ഒരു കമ്പനി ഇപ്പൊ കൺസ്ട്രക്ഷൻ രംഗത്ത് മറ്റേ ഹൗസിംഗ് ഫ്ലാറ്റ്സ് ഒക്കെ ചെയ്യുന്ന ഇതിലേക്ക് വന്നിരിക്കുന്നു. സാധാരണ കേൾക്കുമ്പോൾ ഒരു ഇത് തോന്നാം, കാരണം IT രംഗത്ത് നിൽക്കുന്നവർ അങ്ങനെ വീടുകളും അതുപോലെ തന്നെ ഫ്ലാറ്റുകളും പണിയുന്ന ഒരു നിർമ്മാണ രംഗത്ത് വരാമെന്ന് പറഞ്ഞാൽ ഇറ്റ് ലുക്ക് സ്ട്രേഞ്ച്, അല്ലെങ്കിൽ ഒരു വളരെ അപൂർവമായിട്ട് തോന്നുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംവിധാനം ചെയ്തത്? അപ്പോൾ നമ്മൾ 2005 ഇത് ബിസിനസ് തുടങ്ങുമ്പോൾ ആദ്യത്തെ 2-3 വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ നോട്ട് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വളരെ ടാലൻറ്റഡ് സ്റ്റാഫ് റിസൈൻ ചെയ്ത് പോവുകയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കാരണം നമ്മൾ പഠിച്ചു നോക്കിയപ്പോൾ അവരുടെ ശമ്പളം അല്ലായിരുന്നു പ്രശ്നം. അവർ ഇങ്ങനെ ഒരു ചെറിയ സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ അവരുടെ കല്യാണ ആലോചന സമയം വരുമ്പോൾ അവർക്ക് ആ ഒരു പ്രൊഫൈൽ, അവരുടെ പേഴ്സണൽ പ്രൊഫൈൽ അത്രയും ഇംപ്രസീവ് അല്ലായിരുന്നു. വലിയ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന പോലെയല്ല, ഒരു ബ്രാൻഡ് നെയിം കമ്പനി ജോലി ചെയ്യുന്ന പോലെ പ്രൊഫൈൽ അല്ലായിരുന്നല്ലോ അന്ന് നമ്മുടെ കമ്പനിക്ക്. അപ്പോൾ ആ ഒരു പ്രശ്നം മാറ്റാനായിട്ട് നമ്മൾ ഈ സ്റ്റാഫിൻ്റെ കൂടെ അവരുടെ മനസ്സിലാക്കി നോക്കിയപ്പോൾ എല്ലാവരുടെയും ഡ്രീം ഒരു സ്വന്തം വീടായിരുന്നു. കാരണം അവരുടെ പേരൻസിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയപ്പോൾ അവരുടെ കരിയർ വരുമ്പോൾ സ്വന്തം വീടായിരുന്നു പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ നമ്മൾ ആ ഒരു ആംഗിൾ പഠിച്ച് നോക്കിയിട്ട് നമ്മുടെ കാൽക്കുലേഷൻസ് എല്ലാം ചെയ്തപ്പോൾ വി കുഡ് ആക്ച്വലി ബിൽഡ് എ ഹോം ആൻഡ് ഡിസൈൻ ആൻ ഇൻസെൻറ്റീവ് പ്രോഗ്രാം ഫോർ ദ കീ സ്റ്റാഫ്, നമ്മുടെ കീ എംപ്ലോയീസിന് റീറ്റെയിൻ ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഒരു പ്രപ്പോസൽ വെച്ചപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അങ്ങനെയാണ് നമ്മൾ കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ എംപ്ലോയീസിന് വേണ്ടിയാണ് ഇത് തുടങ്ങുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ പ്രോജക്റ്റ് ഇപ്പോൾ നമ്മൾ ഒരു 30% നമ്മുടെ എംപ്ലോയീസിന് വേണ്ടിയാണ്, 70% നമ്മൾ മാർക്കറ്റിൽ വിട്ടിട്ട് നമ്മൾ റിക്കവർ ചെയ്യുന്നത്, നമ്മുടെ കോസ്റ്റ് റിക്കവർ ചെയ്യുന്നത്. അല്ല, അപ്പോൾ ഈ ഇങ്ങനെ കൺസ്ട്രക്ഷൻ രംഗത്ത് ഇറങ്ങിയപ്പോൾ നിങ്ങൾ എന്തോ പുതിയ ടെക്നോളജി കൊണ്ടുവന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ കേരളത്തിലുള്ള ടെക്നോളജി ഉണ്ട്, ഇപ്പോൾ ബ്രിക്സും സിമെൻ്റൊക്കെ ചേർത്തിട്ട് പണിയുന്ന ഫ്ലാറ്റുകൾ, അതാണല്ലോ എല്ലാവരും വാങ്ങിക്കുന്നതും ഉള്ളതും. നിങ്ങൾ വളരെ വ്യത്യസ്തമായ ഒരു ടെക്നോളജി, ഒരു സാങ്കേതിക വിദ്യ ചെയ്യുന്നു എന്നറിയുന്നത് എന്താണ് അതിൻ്റെ പിന്നിൽ? അതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. കാരണം നമ്മൾ സ്വന്തം കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ കൂടെയുള്ള കീ എംപ്ലോയീസ് 2-3 പേര് വെളിയിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വന്നവർ. അപ്പോൾ നമ്മൾ വെളിയിൽ ജീവിക്കുമ്പോൾ എല്ലാ വീടിന് എയർ കണ്ടീഷനിങ് ഉണ്ട്, നമ്മളത് ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇന്ന് നമ്മൾ ഇന്ത്യയിൽ ഒരു കാർ മേടിച്ചാൽ ഏത് വില കുറഞ്ഞ കാറാണെങ്കിൽ അതിന് AC ഉണ്ട്. പക്ഷേ അംബാസഡറും ഫിയറ്റ് ഉള്ള ദിവസങ്ങളിൽ അതല്ലായിരുന്നു സംഭവം. അപ്പോൾ ഇന്ന് നമ്മൾ റെസിഡൻഷ്യൽ കൺസ്ട്രക്ഷൻ നോക്കുകയാണെങ്കിൽ ഡീഫോൾട്ടായിട്ട് നമുക്ക് AC കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു സംഭവം പഠിച്ചു നോക്കിയപ്പോൾ നമ്മുടെ സ്റ്റാഫിന് വീട് നമ്മൾ കൊടുക്കുന്നുണ്ട്, പക്ഷേ അവർക്ക് നല്ല ക്വാളിറ്റി വീട് വേണമായിരുന്നു. അവർക്ക് AC വേണം, സെൻട്രൽ AC വേണം, അപ്പോൾ എനർജി എഫിഷ്യൻസി വേണം. അപ്പോൾ അതിലേക്ക് നമ്മൾ പഠിച്ചു നോക്കിയപ്പോൾ നമ്മൾ ഈ കൺസ്ട്രക്ഷൻ ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ വി ഓൾസോ സ്റ്റാർട്ടഡ് ഇന്നോവേറ്റിംഗ് ഓൺ ദ ടെക്നോളജി. നമ്മൾ നോട്ട് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ US-ൽ എല്ലാ വീടുകൾക്ക് ഇൻസുലേഷൻ ഉണ്ട്, ഇന്ത്യയിൽ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റേ ഇല്ല. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ ഇന്ത്യയിൽ കൊണ്ടുവന്നപ്പോൾ ദ ബെനിഫിറ്റ് ഇസ് ഹ്യൂജ്. ഇപ്പോൾ നമ്മുടെ ഒരു 3 ഇൻസുലേഷൻ വരുമ്പോൾ എനർജി സേവ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്, എനർജി എഫിഷ്യൻസി ഉണ്ടാവും. ഹ്യൂജ് ഇമ്പാക്ട്. ബിക്കോസ് നമ്മുടെ ഒരു അപ്പാർട്ട്മെന്റ്സ് നോക്കുകയാണെങ്കിൽ ഒരു 3 bedroom അപ്പാർട്ട്മെന്റ് 1200 സ്ക്വയർ ഫുട്ടിന്റെ 3 bedroom അപ്പാർട്ട്മെന്റ് നമ്മൾ വെറും ഒരു 2 ton AC കൊണ്ടാണ് കൂൾ ചെയ്യുന്നത്. അതല്ലെങ്കിൽ എത്ര വേണ്ടി വരും? സാധാരണ ഒരു 8 ton അല്ലെങ്കിൽ 10 ton എങ്കിലും വേണ്ടി വരും. അപ്പോൾ ഈ 10 ton സാധാരണ ഉപയോഗിക്കുന്ന AC ഈ കൺസ്ട്രക്ഷനിലാണെങ്കിൽ 2 ton മതി. 2 ton മതി. അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഒരു 25 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ നമ്മൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാസം 24 മണിക്കൂർ ഇത് ഓടിച്ചാലും മാസം ഇലക്ട്രിസിറ്റി ബില്ല് 5000 താഴെയാണ്. നമ്മൾ 2017 ആദ്യത്തെ പ്രൊജക്റ്റ് ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ അന്ന് ഇന്ന് വരെയുള്ള ഡേറ്റ നമ്മുടെ കയ്യിലുണ്ട്. സോ ഇറ്റ്സ് എ ഹ്യൂജ് ബെനിഫിറ്റ് ഇൻ ടേംസ് ഓഫ് എനർജി ടെക്നോളജി. സാങ്കേതിക വിദ്യയിൽ എന്താണ് ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്? ഇൻസുലേഷൻ എന്താ കൊണ്ടുവന്നത്? അമേരിക്കയിലുള്ള അതേ ഇൻസുലേഷൻ തന്നെയാണോ, അല്ലെങ്കിൽ ഇവിടെ വ്യത്യസ്തമായിട്ടുള്ളതുണ്ടോ? യെസ്. അപ്പോൾ ഇൻസുലേഷൻ എന്ന് പറയുന്നത് ഹീറ്റ് റെസിസ്റ്റൻസ് ആണ്. സോ ഫോർ എക്സാമ്പിൾ 3 തരം ഇൻസുലേഷൻ ഉണ്ട്. പോളിയൂരത്തിൻ ഫോം പഫ് ഇൻസുലേഷൻ ഉണ്ട്, അതാണ് നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ കാണുന്നത്. പിന്നെ ഫൈബർ ഗ്ലാസ് ഇൻസുലേഷൻ ഉണ്ട്, പിന്നെ പോളിസ്റ്റൈറീൻ ഫോം, അതാണ് ഈ തെർമോകോൾ
styrofoam. തെർമോകോൾ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്റ്റൈറോഫോം അല്ലെങ്കിൽ തെർമോകോൾ ആണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തത്. തെർമോകോൾ സാധാരണ ഈ മത്സ്യമൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി മറ്റേ ഇതിൻ്റെ ബോക്സ് ഒക്കെ ഉണ്ടാക്കുന്നു. ഇറ്റ്സ് വെരി ചീപ്പ്. ഇത് മാത്രമല്ല സാധാരണ പൊതിഞ്ഞു വരുന്നതും തെർമോകോളിലാണ് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ. അതെടുത്ത് വെറുതെ വേസ്റ്റ് ആയിട്ട് കളയാണ് ചെയ്യുന്നത്. യു തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ? റൈറ്റ്, ബിക്കോസ് ഈ തെർമോകോൾ നമ്മൾ ഇൻസുലേഷനായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ഇസ് സിഗ്നിഫിക്കൻറ്റ്. ഇപ്പോൾ നമ്മുടെ അതിൻ്റെ ലോജിക്ക് മനസ്സിലാണെങ്കിൽ നമ്മുടെ വീട്ടിലത്തെ റെഫ്രിജറേറ്റർ നോക്കുക. ഈ റെഫ്രിജറേറ്ററിന് ഈ പഫ് ഇൻസുലേഷൻ, പോളിയൂറിത്തീൻ ഫോം ഇൻസുലേഷൻ ഉണ്ട്. ആ ഇൻസുലേഷൻ ഉള്ളതുകൊണ്ട് നമ്മുടെ വീട്ടിലത്തെ റെഫ്രിജറേറ്ററിൽ 24 മണിക്കൂറിൽ 1 മണിക്കൂർ പോലും കംപ്രസർ ഓടുന്നില്ല. കാരണം അകത്ത് ടെമ്പറേച്ചർ കൂൾ ചെയ്ത് കഴിയുമ്പോൾ ഇത് കട്ട് ഓഫ് ആവാണ്. പക്ഷേ നമ്മുടെ സാധാരണ വീട് നോക്കുമ്പോൾ ഇൻസുലേഷൻ ഇല്ലാത്തത് കൊണ്ട് ഈ AC കംപ്രസർ കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു നമ്മുടെ വീട്ടിലത്തെ റെഫ്രിജറേറ്റർ പോലെ ആക്കാനാണ് നമ്മൾ ഈ ബിൽഡിംഗ് സ്ട്രക്ചറിൽ തന്നെ ഇൻസുലേഷനൊക്കെ. സ്ട്രക്ചർ എങ്ങനെയാണ്? മറ്റേ സിമെന്റും ബ്രിക്സും ഉള്ളതിന്റെ നടുവിലാണോ അത് പ്ലേസ് ചെയ്യുന്നത്? എക്സാക്ട്ലി. നമ്മുടെ ഇൻസുലേഷൻ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ R20 ഇൻസുലേഷൻ ആണ്. അപ്പോൾ 4 ഇഞ്ച് സ്റ്റൈറോഫോം തെർമോകോൾ നമ്മുടെ മതിലിൽ 4 ഇഞ്ച് സെന്ററിലാണ്. അപ്പോൾ നമ്മുടെ വാൾസിലെല്ലാം 4 ഇഞ്ച് ഇൻസുലേഷൻ ഉണ്ട്. നമ്മുടെ സ്ലാബ്സിലെല്ലാം 8 ഇഞ്ച് ഇൻസുലേഷൻ. അത് മറ്റേ തെർമോകോൾ മാത്രമാണ് യൂസ് ചെയ്യുന്നത്? അതിന്റെ കൂടെ വേറെ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ? നമുക്ക് ഈ സ്റ്റീലിന്റെ മെഷ് ഉണ്ട്, കോൺക്രീറ്റ് ഉണ്ട്, പക്ഷേ ഒരു സാൻഡ്വിച്ച് പോലെയാണ്. ഇതിന്റെ കോറ് ഇൻസുലേഷൻ ആണ്. അപ്പോൾ സാധാരണ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നതുണ്ടല്ലോ, അത് വിട്ടുകൊണ്ട് ഇത് ചെയ്യുമ്പോൾ ഇതിന്റെ വെയിറ്റ് കൂടുകയോ കുറയോ, അല്ലെങ്കിൽ ഇതിന്റെ സ്ട്രെങ്ത്തിന്റെ ശക്തി എങ്ങനെയാണ്? ടെൻസൈൽസ് ആൾക്കാർ നോക്കുന്നത് എങ്ങനെയാണല്ലോ, വീട് പണിയുമ്പോൾ വെദർ ഇറ്റ് ഈസ് സേഫ് ഓർ നോട്ട്. റൈറ്റ്, വെരി സുരക്ഷിതമാണോ? ഇപ്പം നമ്മളൊരു 10 നില കെട്ടിടം നോക്കുവാണെങ്കിൽ ആ 10 നില കെട്ടിടത്തിന്റെ വെയിറ്റ് ഒരു 70% കുറയുന്നുണ്ട്. കാരണം 70% കുറയും. ബിക്കോസ് ഈ ബ്രിക്ക് വാളിന്റെ സ്ഥാനത്ത് നമ്മൾ ഇൻസുലേഷൻ ഉപയോഗിക്കുന്നത്, സ്റ്റൈറോഫോം ഉപയോഗിക്കുന്നത്. ഈ സ്ലാബിൽ 12 ഇഞ്ച് സ്ലാബ് ആണെങ്കിൽ 8 ഇഞ്ച് സ്റ്റൈറോഫോം ആണ്. അപ്പോൾ ഒരു 10 നില കെട്ടിടത്തിൽ 3 നില സാധാരണ പണിയുന്ന 3 നില കെട്ടിടത്തിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയേ ഉള്ളൂ. അതുകൊണ്ട് സേഫ്റ്റിയുടെ സൈഡിൽ എർത്ത് ക്വേക്ക് റെസിസ്റ്റൻസ്, സീസ്മിക് റെസിസ്റ്റൻസും സ്ട്രക്ചറൽ സൈഡിൽ far higher than the traditional construction. Because it is ഫൗണ്ടേഷനും ബെനിഫിറ്റ് ഉണ്ട്. സോ എല്ലാ ആംഗിളിൽ നോക്കിയാലും ഈ ഒരു ടെക്നോളജി ഈസ് മച്ച് ബെറ്റർ. പക്ഷേ ഈ സാങ്കേതിക വിദ്യ ഇപ്പോൾ ഇന്ത്യയിൽ അക്സെപ്റ്റഡ് ആണോ? യെസ്, ഇറ്റ് ഈസ്. ഐ മീൻ ഇറ്റ്സ് സർട്ടിഫൈഡ് ബിക്കോസ് ഒരു RCC സ്ട്രക്ചറിന്റെ ബിൽഡിംഗ് കോഡ് ചേർന്നിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അല്ല, അതിന്റെ ഈ വെയിറ്റിന്റെ ടെൻസൈൽ സ്ട്രെങ്ത് ഒക്കെ നോക്കുന്ന രീതിയിലുള്ള പരീക്ഷണം നടത്തിയിട്ടുണ്ടോ? യെസ്, ഇതെല്ലാം നമ്മൾ ഇന്ത്യൻ ബിൽഡിംഗ് കോഡിൽ സർട്ടിഫൈ ചെയ്ത് ചെയ്യുന്ന സ്ട്രക്ചറാണ്. കാരണം ഒരു റീഇൻഫോഴ്സ് കോൺക്രീറ്റ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അതിൻ്റെ മെയിൻ ആയിട്ടുള്ളത് ഫൗണ്ടേഷൻ, കോളംസ്, ബീംസ് എല്ലാം ട്രഡീഷണൽ RCC തന്നെ. നമ്മൾ മോഡിഫൈ ചെയ്തിരിക്കുന്ന വാൾസും ഈ ഫില്ലർ സ്ലാബ്സ് ആണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു പുതിയ ടെക്നോളജി വരുമ്പോൾ ഇവിടുത്തെ ആർക്കിടെക്ട്സ് എങ്ങനെയായിരുന്നു ഇതിനോട് പ്രതികരിച്ചിരുന്നത്? മറ്റേ ഇവിടുത്തെ കെട്ടിടം നിർമ്മിക്കുന്ന ആർക്കിടെക്ട്സിന്റെ അടുത്ത് പോയി കാണുമല്ലോ. അതൊരു ചാലഞ്ച് ആയിരുന്നു. അതുകൊണ്ട് നമ്മളിപ്പോൾ നമ്മുടെ ഫുൾ ആർക്കിടെക്ചറും ഡിസൈൻ ഇൻ ഹൗസ് ആണ്. കാരണം നമ്മൾ വെളിയിൽ പോകുമ്പോൾ ആർക്കും ഇതിനെപ്പറ്റി അത്രയും അറിവില്ലാത്തതുകൊണ്ട് നമ്മളൊരു പ്രോബ്ലം കസ്റ്റമറായിട്ട് മാറുമായിരുന്നു. കാരണം ഒരു ആർക്കിടെക്റ്റിനെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുമ്പോൾ അവരിത് കേൾക്കാത്ത സംഭവമാകുമ്പോൾ സ്വന്തമായിട്ട് ആർക്കിടെക്ചർ നമുക്ക് സ്വന്തം ആർക്കിടെക്ട്സ് ഇൻ ഹൗസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ടെക്നോളജി എവിടെ നിന്നാണ് അവർ പഠിച്ചത്? ജൂലൈ മാസത്തിൽ നമ്മുടെ ടീം മൊത്തം ദുബായിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അവിടുത്തെ കൺസ്ട്രക്ഷൻ കാണിച്ചു കൊടുത്തു. അവിടെ ഇതിനേക്കാളും ഇരട്ടി ചൂടിൽ ഫുൾ ഗ്ലാസ് ഫസാഡിലും ഇൻസുലേഷൻ ചെയ്തുള്ള കൺസ്ട്രക്ഷൻ കണ്ട് പഠിച്ചപ്പോൾ അവർക്ക് ഒരു കോൺഫിഡൻസ് ആയി. പിന്നെ നമ്മൾ ഇപ്പോൾ കുറേ പ്രൊജക്ട്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ബിൽഡിംഗ് പോലും ഈ ബിൽഡിംഗ് ഈ പ്രൊജക്റ്റ് ആയിട്ടാണ് ചെയ്തത്. നമ്മുടെ കൺസ്ട്രക്ഷൻ ഇൻഫോ പാർക്കിന്റെ ഫേസ് 2. യെസ്. ഒപ്പം തന്നെ കേട്ടിരുന്നു നിങ്ങളൊരു 15 നില ഫ്ലാറ്റ് കെട്ടിയിട്ടുണ്ട്. യെസ്, അത് ക്ലേസസ് ഹൈറ്റ്സ് എന്ന് പറഞ്ഞ ഇൻഫോ പാർക്ക് ഫേസ് 2യുടെ തൊട്ടപ്പുറത്ത് ഇവിടെ നിന്ന് ഒരു 600 മീറ്റേഴ്സ് ആയിരുന്നു നമ്മുടെ ആദ്യത്തെ പ്രൊജക്ട്. അത് നമ്മൾ 2017 കംപ്ലീറ്റ് ചെയ്ത്. ഇപ്പൊ നമുക്ക് വേറെ പ്രൊജക്ട്സ് ഉണ്ട്. ഇപ്പൊ ഈ ജീവനക്കാർക്കെങ്കിലും ഫ്ലാറ്റ് കൊടുത്തിട്ടുണ്ടോ? ഇപ്പൊ നമുക്ക് നമ്മുടെ അപ്പാർട്ട്മെന്റ് ഇൻസെന്റീവ് സ്കീമിൽ 72 എംപ്ലോയീസ് ഉണ്ട്. എന്നിട്ട് ആദ്യത്തെ ബാച്ച് നമ്മൾ ഡെലിവറി ചെയ്ത് കാണും. 2017 തന്നെ നമ്മൾ ഫ്ലാറ്റ്സ് കൊടുത്തു. 5 വർഷം കൂടെ ജോലി ചെയ്താൽ, തുടർച്ചയായി ജോലി ചെയ്താൽ അവർക്കൊരു ഫ്ലാറ്റ് ഫ്രീ ആയിട്ട് കിട്ടും. അതാണോ? യെസ്. നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ HR ടീമായിട്ട് ഇരുന്നിട്ട് ഇതിൻ്റെ ടാക്സ് ഇംപ്ലിക്കേഷൻസ് ഒക്കെ പഠിച്ചിട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത് എങ്ങനെയാണ്
ഇത് നമുക്ക് ഒരു ടാക്സ് ബെനിഫിഷ്യലും ടാക്സിൻ്റെ അലൈൻമെൻ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ ഇൻസെൻറ്റീവ് കൊടുക്കാൻ നോക്കും. അത് നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് ദെൻ വി ഹവ് ലോഞ്ച്ഡ് ഇറ്റ്. സോ നമുക്കിപ്പോൾ 1,150 സ്റ്റാഫ് ഉണ്ട്. 72 എംപ്ലോയീസിന് ഈ ഒരു സ്കീമിൽ ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ താങ്കളിത് കൊടുക്കുന്നു, താങ്കൾക്കിത് വളരെ പോസിറ്റീവായിട്ട് റൺ ചെയ്യാനും പറ്റുന്നു. എന്തുകൊണ്ട് മറ്റ് കമ്പനികൾ അങ്ങനെ ചിന്തിക്കുന്നില്ല? ഇപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇതിൽ? ഐ മീൻ ഇറ്റ് ഡിപ്പെൻസ്. ഇപ്പം നമ്മളൊരു പ്രൊഡക്റ്റ് കമ്പനി ആയതുകൊണ്ട് ഒരാളെ നമുക്ക് ലോങ് ടേം ആയിട്ട് നിർത്തുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു പ്രൊഡക്റ്റ് കമ്പനി ആകുമ്പോൾ നമ്മുടെ ഒരു കീ ആള് റിസൈൻ ചെയ്ത് പോയാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് ശരിക്കുള്ള ഡീപ്പ് നോളജാണ്, നമ്മുടെ ഹിസ്റ്ററിയും നമ്മുടെ പ്രൊഡക്ട്സിനെ പറ്റി. അപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്നത് അവരെ റീറ്റെയിൻ ചെയ്യാനായിട്ട് ഇതാണ് ഏറ്റവും സക്സസ്ഫുൾ വഴി. പിന്നെ 5 വർഷം എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, 5 വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ഫ്ലാറ്റ് കിട്ടി അവർ പോയാലോ? അപ്പോൾ നമ്മൾ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്താ വെച്ചാൽ 55 വയസ്സ് വരെ എത്തുമ്പോൾ ഈ ഒരു സ്കീമിൽ ചേരുന്ന എല്ലാ എംപ്ലോയീസിനും 3 ഫ്ലാറ്റ് നമ്മൾ കൊടുക്കുന്നു. എന്തുകൊണ്ടാണ് 3 ഫ്ലാറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ്? നമുക്ക് പെൻഷൻ പ്ലാൻ ഇല്ല. അപ്പോൾ നമ്മുടെ കോൺസെപ്റ്റ് എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു 55 വയസ്സ് എത്തുന്ന വരെ നമ്മൾ 3 ഫ്ലാറ്റ് നമ്മൾ ഈ ഒരു സ്കീമിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ എംപ്ലോയീസിനൊക്കെ ഈ ഫ്ലാറ്റ് റെൻറ്റിന് കൊടുത്തിട്ട് ആ റെൻറ്റ് കൊണ്ട് അവരുടെ പെൻഷനായിട്ട് മാറ്റി അവർക്ക് ജീവിക്കാൻ നോക്കും. സോ ആ ഒരു സ്കീം ചെയ്തപ്പോൾ ഇറ്റ്സ് വെരി പോപ്പുലർ ബിക്കോസ് സ്റ്റാഫും ലോങ് ടേം ആയിട്ട് നമ്മുടെ കൂടെ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ താങ്കൾ ഫൈബർ ടെക്നോളജി ഒരു സംവിധാനം കൊണ്ടുവന്നു എന്നുള്ളത് കേട്ടിരുന്നു. എന്താണ് ഈ ഫൈബർ ടെക്നോളജി? ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്നോളജി ആണോ കൺസ്ട്രക്ഷൻ രംഗത്ത്? റൈറ്റ്. ഇപ്പം നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ കോസ്റ്റ്, കൺസ്ട്രക്ഷൻ ചെയ്യുന്ന കോസ്റ്റ് $35, മീനിങ് അപ്രോക്സിമേറ്റ്ലി സ്ക്വയർ ഫുട്ടിന് 3000 രൂപ. ഓക്കെ, സോ $35 ഒരു ആവറേജ് കോസ്റ്റ് നോക്കുകയാണെങ്കിൽ. ഇതേ നമ്മളിപ്പോൾ US ഒരു സാധാരണ വീടിൻ്റെ സ്ക്വയർ ഫുട്ട് കോസ്റ്റ് നോക്കുകയാണെങ്കിൽ അത് മിഡ് വെസ്റ്റിൽ ഒഹായോ നമ്മുടെ ഹെഡ് ഓഫീസ് ഉള്ള സ്ഥലത്ത് മിനിമം കോസ്റ്റ് $250 സ്ക്വയർ ഫുട്ട്. പിന്നെ ഈസ്റ്റ് കോസ്റ്റ് ന്യൂയോർക്കിലോ കാലിഫോർണിയയിലൊക്കെ പോയാൽ $400 വരെ സ്ക്വയർ ഫുട്ട് കോസ്റ്റ് ഉണ്ട്. അത്രയും കോസ്റ്റ് ഉണ്ട് വീടുണ്ടാക്കിയാൽ. മിഡ് വെസ്റ്റിൽ $250, പക്ഷേ ഈസ്റ്റ് കോസ്റ്റ് വെസ്റ്റ് കോസ്റ്റ് ഇസ് ഓൾമോസ്റ്റ് $400 പ്ലസ്. അപ്പോൾ നമ്മൾ നോക്കിയത് US ഈ ഒരു ഹൗസിംഗ് പ്രശ്നത്തിൽ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ സംഭവം ഈ ഫൈബർ ഗ്ലാസ് കൊണ്ട് പ്രീ ഫാബ്രിക്കേറ്റഡ് ആയിട്ട് നമ്മൾ വീടുകൾ ഇവിടെ ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ട് വലാർപാടം ടെർമിനൽ വഴി നമ്മൾ ഷിപ്പ് ചെയ്ത് പോർട്ട് ഓഫ് എക്സാക്ട്ലി നമ്മളിപ്പോൾ ഈ നമ്മുടെ ഈ എക്സാക്ട്ലി നമ്മൾ ഇപ്പോൾ US ഏറ്റവും കൂടുതൽ കോസ്റ്റ് ലേബർ ആണ്. അപ്പോൾ നമ്മൾ മാക്സിമം ലേബർ ഇവിടെ നമ്മുടെ ഫാക്ടറിയിൽ ഉണ്ടാക്കിപ്പിച്ചിട്ട് അവിടെ ഫൈനൽ അസംബ്ലി മാത്രം ചെയ്യുന്ന. ഇപ്പൊ ഞാനൊരു സാമ്പിൾ വീഡിയോ കാണിച്ചതല്ല, നമ്മളൊരു സാമ്പിൾ വീട് അവിടുത്തെ US ബിൽഡിംഗ് കോഡ് പാസ്സാക്കാനായിട്ട് ചെയ്ത് ഓൾമോസ്റ്റ് അതൊരു ചെറിയ 30 സ്ക്വയർ ഫുട്ടിന്റെ സാമ്പിൾ ആണ്, പക്ഷെ ഒരു 15 മിനിറ്റ് കൊണ്ട് അത് അസംബ്ലി ചെയ്ത്. അല്ല, അതൊരു റൂം ചെയ്യാൻ 15 മിനിറ്റ്, ഒരു വീട് മൊത്തം ചെയ്യണമെങ്കിൽ എത്ര സമയം എടുക്കും അസംബ്ലി? നമ്മുടെ ഇപ്പോഴത്തെ കാൽക്കുലേഷനിൽ ഒരാഴ്ച കൊണ്ട് നമുക്കൊരു 3000 സ്ക്വയർ ഫുട്ടിന്റെ വീട് അസംബ്ലി ചെയ്യാൻ നോക്കും. 3 ഒരു വീടുണ്ടാക്കാം അമേരിക്കയിൽ ഒരാഴ്ച കൊണ്ട്. സ്ട്രോങ് ആണ്, മറ്റു വീടുകളെ പോലെ സ്ട്രോങ് ആണ്? Actually stronger because the fiberglass is a very strong building material. ഇത് കേരളത്തിൽ ഉപയോഗിക്കാൻ പറ്റും ഈ ടെക്നോളജി? ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ കേരളത്തിൽ ഒരു കോസ്റ്റ് കൂടുതലാണ്, ഓൾമോസ്റ്റ് ഒരു 20-25% കോസ്റ്റ് കൂടുതലാണ്. പക്ഷെ നമ്മൾ ആ മെറ്റീരിയൽ കോസ്റ്റ് കുറയ്ക്കാൻ നോക്കുന്നുണ്ട്. ഒരാൾക്ക് ഒരാഴ്ചക്കുള്ള ഒരു വീട് വെക്കണം. You can make it for them. That is going to be possible. And our video, if you play the clip, I think people will visualize how is it possible. So yes, I think നമ്മുടെ എല്ലാ സെക്ടറിലും പറ്റിയില്ലെങ്കിലും ഇത്ര ഒരു വർഷമൊക്കെ കാത്തിരുന്ന് വീട് വെക്കാൻ താല്പര്യമില്ല, ഞങ്ങൾക്കൊരു വീട് വേണം. അപ്പോൾ ഒരു ഫൈബറിൻ്റെ ഒരു വീട് വെക്കാൻ തീരുമാനിച്ചാൽ can you make it within a week? ഒരാഴ്ച കൊണ്ട് ചെയ്യാൻ പറ്റും? Yes, in fact we are building a house. I'll invite you. കേരളത്തിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ഈ ഫൈബറിന്റെ? ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ, ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ ഈ മെറ്റീരിയൽ, ഈ ഫൈബർ ഗ്ലാസ് മെറ്റീരിയൽ നമ്മുടെ ഷിപ്പിലും യോട്ട്സിലൊക്കെ ഇങ്ങനെ സ്റ്റാൻഡേർഡ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 50 കൊല്ലം. It's better because it's a resin, it's a plastic material, so it's very durable. കത്തത്തില്ല. Yeah. And അതിന്റെ ഫയർ റെസിസ്റ്റന്റ് മെറ്റീരിയൽസ് ഇതിൽ ചേർക്കാം, സോ യു ക്യാൻ പാസ് ദ ഫയർ കോഡ്. ഇപ്പോൾ നമ്മളിപ്പോൾ കേരളം വലിയൊരു ദുരന്തത്തെ നേരിട്ടിരിക്കുകയാണ്. വയനാട് ഉരുൾപൊട്ടലുണ്ടായി, അവർക്ക് വീട് വെച്ച് കൊടുക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താങ്കൾക്ക് എന്തെങ്കിലും ഇപ്പോൾ പുതിയ 2 ടെക്നോളജി താങ്കളുടെ കയ്യിലുണ്ട്, അത്
എന്തെങ്കിലും തരത്തിൽ അത് കേരള സർക്കാരിനോ അല്ലെങ്കിൽ ഏജൻസികൾക്കോ സഹായമായ രീതിയിൽ താങ്കൾക്കത് പറയാൻ പറ്റുമോ? നമ്മളത് ട്രൈ ചെയ്യുന്നുണ്ട്. കാരണം ഈ ട്രാജഡി നമ്മൾ വിറ്റ്നസ് ചെയ്തപ്പോൾ നമ്മൾ നോക്കുന്നത് എങ്ങനെ ക്യാൻ വി ഹെൽപ്പ് ഇൻ സം വേ. സോ വി ആർ ആക്ച്വലി ലുക്കിംഗ് ഇൻ ടു ഇറ്റ്. എങ്ങനെ നമുക്ക് ഒരു 600 സ്ക്വയർ ഫുട്ടിൻ്റെ വീട് നമുക്ക് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ചെയ്ത് കൊടുക്കാൻ ഒക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വി ആർ ഇൻവെസ്റ്റിഗേറ്റിംഗ് ദാറ്റ്. സോ നമുക്ക് ഇതുവരെ ഒരു കോസ്റ്റിലൊരു സൊല്യൂഷൻ വന്നിട്ടില്ല, ബട്ട് വി ആർ വർക്കിംഗ് ഓൺ ഇറ്റ്. സോ ടു യുവർ പോയിന്റ്, വൺസ് വി ബിൽഡ് ദ ഫസ്റ്റ് സാമ്പിൾ ഹൗസ് നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ കോസ്റ്റ് റിഡക്ഷൻ എവിടെ വരുന്നത് അറിയാൻ നോക്കും. അപ്പോൾ ആൾക്കാർക്ക് വേണ്ടത് വില കുറഞ്ഞ വീട് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ താങ്കളുടെ ഒരു എന്തായിരിക്കും അവർക്ക് മുന്നോട്ട് വയ്ക്കാവുന്നത്? കോസ്റ്റ് ഇപ്പോൾ കൂടിയാലും കോസ്റ്റ് എഫിഷ്യൻസി എന്ന് പറയില്ല, അത് ലോങ് റണ്ണിൽ അത് ലാഭകരമായിട്ട് മാറും എന്നുള്ളതാണോ? എന്താണ് ഉദ്ദേശിക്കുന്നത്? ഐ തിങ്ക് നമുക്ക് കോസ്റ്റ് മാച്ച് ചെയ്യാൻ ഒക്കും. നമ്മൾ സപ്ലയേഴ്സായിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട് എങ്ങനെയാണ് മെറ്റീരിയൽ കോസ്റ്റ് കുറയ്ക്കുന്നത്, യുനോ. അപ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് കൺട്രോൾ ചെയ്യാനാണ് നമ്മുടെ നോട്ടം. പക്ഷേ വി തിങ്ക് വി ക്യാൻ കം ഇൻ ദാറ്റ് 3000 അല്ലെങ്കിൽ ഒരു 3500 റേഞ്ച് ഫോർ എ ഹൈ ക്വാളിറ്റി ഹോം. സോ നമ്മൾ ഇന്ത്യ ഇസ് എ ഹ്യൂജ് മാർക്കറ്റ്. ഇപ്പോൾ ഈ NRIസും നാട്ടിലൊരു വീടുണ്ടാക്കണമെങ്കിൽ അവർ ഇറ്റ്സ് എ ബിഗ് പ്രോബ്ലം. സോ വി ആർ ട്രൈങ് ടു ഗെറ്റ് ഇൻ ടു ദാറ്റ് സ്പേസ് ആസ് വെൽ. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള പല കാര്യങ്ങളും നിങ്ങൾ മീറ്റ് ചെയ്യുന്നു. ഒന്ന് ബാങ്കിങ്, IT സൊല്യൂഷൻ, ബാങ്കിങ്, അത് നമ്മുടെ പൈസയായിട്ട് ബന്ധപ്പെട്ടതാണ്. കൺസ്ട്രക്ഷൻ, ഒരാളുടെ ഏറ്റവും വലിയ സ്വപ്നമായിരിക്കും ഒരു വീട്. അപ്പോൾ യു ആർ ഇൻ ദ കൺസ്ട്രക്ഷൻ ഏരിയ. അതുപോലെ തന്നെ ഹെൽത്ത്, ബിറ്റ്ക്യൂർ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനം ഹെൽത്ത് കെയറിലുണ്ട്. പിന്നെ മെൻ്റൽ ഹെൽത്ത് അടക്കമുള്ള കാര്യങ്ങൾ. റൈറ്റ്. പിന്നെ ഇപ്പോൾ ഹോസ്പിറ്റാലിറ്റി, ഇതിൽ ഐ തിങ്ക് യു ഹാവ് റിസോർട്ട്സ്. അത് എങ്ങനെയാണ് റിസോർട്ട് എന്നുള്ളത്? അതും IT ആയിട്ട് ബന്ധപ്പെട്ടും. റിസോർട്ട് ആക്ച്വലി ടെക്നിക്കലി റിസോർട്ട്സ് അല്ല, ഇതെല്ലാം കോർപ്പറേറ്റ് ഗസ്റ്റ് ഹൗസസ് ആണ്. ഇപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ കമ്പനി വളരുമ്പോൾ നമ്മുടെ സ്റ്റാഫിൻ്റെ ബെനിഫിറ്റ്സ് നോക്കുമ്പോൾ എല്ലാവർക്കും ലൈഫ് സ്റ്റൈൽ ഓപ്ഷൻസ് ആണ് വേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് എന്താ വെച്ചാൽ വി ഹാവ് ബിൽഡ് മൾട്ടിപ്പിൾ കോർപ്പറേറ്റ് ഗസ്റ്റ് ഹൗസസ് ഇൻ കേരള. നമുക്ക് ഓസ്ട്രേലിയയിലുണ്ട്, US-ലുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റാഫ് യാത്ര ചെയ്യുമ്പോൾ അവർക്ക് ഈ ഗസ്റ്റ് ഹൗസിൽ ഒരു Airbnb താമസിക്കുന്ന പോലെ താമസിക്കാം. അപ്പോൾ സീനിയർ എംപ്ലോയീസിന് ഒരു വർഷത്തിൽ 60 രാത്രി താമസിക്കാം, 60 ദിവസം താമസിക്കാം. 60 ദിവസം താമസിക്കാം. It's a benefit, you know. So because ഇതൊരു കോർപ്പറേറ്റ് നമ്മുടെ ഓഫീസ് എസെറ്റ് പോലെയാണല്ലോ. സോ ആൻഡ് ദേ ക്യാൻ വർക്ക് ഫ്രം ദേർ. കേരളത്തിൽ എത്ര സ്ഥലത്തുണ്ട്? നമുക്കിപ്പോൾ 3 സ്ഥലത്തുണ്ട് കേരളത്തിൽ. നമ്മളിപ്പോൾ 4ാമത്തെ ഉണ്ടാക്കും. എവിടെയൊക്കെയാണുള്ളത്? നമുക്ക് ഈ അർത്തുങ്കൽ ആ ഏരിയയിലുണ്ട്. പിന്നെ നമുക്ക് വാഗമണിലുണ്ട്. നമുക്ക് ഈ ചേർത്തലയിൽ എൻ്റെ വില്ലേജിൻ്റെ അവിടെ ഉണ്ട്. ആൻഡ് നൗ വേമ്പനാട് കായലിൻ്റെ സൈഡിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. So these are the 4 in Kerala. And then ഓസ്ട്രേലിയയിൽ പെർത്തിലുണ്ട്, US-ൽ സിൻസിനാറ്റി ഒഹായോയിലുണ്ട്. നമ്മൾ ഇനി നോക്കുന്നത് റോമിലും ലിസ്ബണിലാണ്. അപ്പോൾ ജീവനക്കാർക്ക് ഫ്ലാറ്റ് കൊടുക്കും, താമസിക്കാൻ മറ്റേ എൻ്റർടൈൻമെൻറ്റുള്ളതുണ്ട്. അപ്പോൾ ഇതൊക്കെ ബീച്ച് സൈഡിലൊക്കെ ഉള്ള ഇതാണല്ലോ. യെസ്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ജെയിംസ് പറഞ്ഞതുപോലെ എനിക്ക് ഒത്തിരി ചോദ്യങ്ങൾ വരും. നിങ്ങൾ എന്തിനാണ് ഇത്രയും ഡൈവേഴ്സ് ഏരിയാസിൽ നിങ്ങൾ ഇറങ്ങുന്നത്? വൺ ഇസ് സോഫ്റ്റ്വെയർ, പിന്നെ ഈ എന്താ പറയുന്നത് ഹെൽത്ത് കെയർ. സോ നമ്മുടെ ബിസിനസ് എല്ലാം ഇസ് ടച്ചിങ് 3 pillars that support the human being. സോ ഒരു മനുഷ്യൻ്റെ ആവശ്യം ഇസ് ഫൈനാൻഷ്യൽ ഹെൽത്ത്, അവരുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ, അതിൻ്റെ ഒരു ആവശ്യം എല്ലാവർക്കും ഉണ്ട്. Then they have their physical health, because നമ്മുടെ normal healthcare issues, physical health, and then the mental health. Mental health ഇന്ത്യയിൽ നമ്മൾ അത്രയും ചർച്ച ചെയ്യാറില്ല, പക്ഷേ അതൊരു വലിയ പ്രോബ്ലമാണ്, എസ്പെഷ്യലി ഇൻ കേരള. So all our businesses are touching financial health, physical health, and mental health, and we are empowering our capabilities in these 3 areas using technology and education. So ആ ഒരു കോൺസെപ്റ്റാണ് നമ്മുടെ എല്ലാ ബിസിനസ്സും. And the reason we are going to construction, because in financial health എല്ലാ ആളുടെ 50% കൂടുതൽ കോസ്റ്റ് വരുന്നത് അവരുടെ മാസം EMI അടയ്ക്കുന്നത് അല്ലെങ്കിൽ റെൻറ്റ് പേ ചെയ്യുന്നതാണ്. സോ ആ ഏരിയ ഓപ്റ്റിമൈസ് ചെയ്യാനാണ് വി ആർ ഓൾസോ ഫോക്കസ്ഡ് ഓൺ കൺസ്ട്രക്ഷൻ ഇൻ എ ബിഗ് വേ. പ്രൊഡക്ടിവിറ്റി മാത്രമല്ല, ആ എംപ്ലോയീസിൻ്റെ മോട്ടിവേഷൻ തന്നെ ഒത്തിരിയായിട്ട് ഡീമോട്ടിവേറ്റ് ആവും. എംപ്ലോയിന് ഒരു ഏരിയ ഇഷ്ടമില്ലെങ്കിൽ അവരെ നമുക്ക് വേറെ ഏരിയാസിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ നോക്കും. താങ്കളിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് കേട്ടത് ഏറ്റവും എളുപ്പമുള്ള കാര്യം പണം ഉണ്ടാക്കാനാണ്. ഇത് താങ്കൾ പുസ്തകം എഴുതിയപ്പോൾ അത് 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് മനസ്സിലാവുന്ന ഭാഷയിലാണ് പുസ്തകം എഴുതിയത്. ഇന്ത്യയിൽ ഇന്ന് 3 ട്രില്യൺ പോലും ഇല്ല. ഒരു പാട്ട് പാടാൻ പറ്റുമോ?